യെസ് പറഞ്ഞാലും പറയണ്ട. നിങ്ങളവിടുന്ന് മണ്ണാർക്കാടാ? എല്ലാവർക്കും ട്രാവൽ മാക്സ് ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ കോട്ടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നറിയപ്പെടുന്നു. 1766 കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനും ഇടയ്ക്കായി ഒരു വലിയ മൈതാനമുണ്ട്. ഇത് കോട്ട മൈതാനം എന്നറിയപ്പെടുന്നു. ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും കുതിരകൾക്കും ലായം ആയിരുന്ന ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങൾ, പ്രദർശനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു. ഇവിടെ ടൈമുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സന്ദർശകർക്കായി കോട്ട തുറന്നു കൊടുക്കുന്നത്. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഈ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊട്ടന്നെ ചെറിയൊരു പാർക്ക് കൂടിയുണ്ട്. വാഡിയ എന്നാണ് അതിന് പേര്. അതിനും ടിക്കറ്റ് ഉണ്ട്. അതിന് തൊട്ടായിട്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതിന് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവരുടെ വക തന്നെ ആയിട്ട് ഒരു രാപ്പാടി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയം കൂടിയുണ്ട്. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം കോട്ട പിടിച്ചെടുക്കുകയും 1790 അത് പുതുക്കി പണിയുകയും ചെയ്തു. ഇപ്പോൾ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. കോട്ടച്ചന്ത, സുൽത്താൻപേട്ട, പള്ളിത്തെരുവ്, പീരങ്കിത്തെരുവ്, കർണകയമ്മൻകോവിൽ, പട്ടാണിപ്പാടം, പട്ടാണിത്തെരുവ്, ഡയറ സ്ട്രീറ്റ് തുടങ്ങി കോട്ടയുമായി ബന്ധമുള്ള സ്ഥലങ്ങളാണ്. ഇന്ന് ഉത്രാട ദിനമായതുകൊണ്ട് ഒരുപാട് സന്ദർശകരുണ്ട് കോട്ടയ്ക്കകത്ത്. ഒരുപാട് ദൂരത്തുനിന്ന് വരെ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം അങ്ങനെ ഒരുപാട് ദൂരത്തുനിന്ന് വരെ സന്ദർശകർ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ് പറഞ്ഞാലും പറയണ്ട. നിങ്ങളവിടുന്ന് മണ്ണാർക്കാടാ? മണ്ണാർക്കാട് സ്കൂളാണ്. ബാലസംഘം. കോട്ടയ്ക്കകത്ത് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. കിഴക്കോട്ട് ദർശനം നൽകുന്ന ഹനുമാന് വടമാല ചാർത്തുന്നത് അതിവിശേഷമാണ്. ഇവിടെ ഉപദേവതയായി ഗണപതി മാത്രമേ ഉള്ളൂ. കോട്ടയ്ക്കകത്ത് സിവിൽ സപ്ലൈസിൻ്റെ ഓഫീസ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സബ് ജയിൽ ഇവിടെ നിന്ന് മാറ്റി മലമ്പുഴയിലേക്ക് സബ് ജയിൽ മാറ്റി. ഇപ്പോൾ ഇവിടെ സിവിൽ സപ്ലൈസിൻ്റെ ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ. റേഷൻ കാർഡുകളൊക്കെ എടുക്കാനും പുതുക്കാനുമുള്ള ഒരു സ്ഥലമായി ഇവിടേക്കാണ് വരേണ്ടത്.
നമ്മളിപ്പോൾ കാണുന്നത് പാലക്കാട് കോട്ടയിലെ പഴയ സബ് ജയിലാണ്. ഇതാണ് നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പഴയ സബ് ജയിലാണ് ഇത് കാണുന്നത്. കോട്ടയ്ക്കകത്ത് ഒരു ഇൻഫർമേഷൻ ഗാലറി കൂടി ഉണ്ട്. ഈ കോട്ടയെക്കുറിച്ചും ഇവിടുത്തെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ആർട്ട് ഗാലറി ഈ കോട്ടയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഒരു കാരണവശാലും ഈ ഗാലറി നിങ്ങൾ മിസ് ചെയ്യരുത്. നല്ല അതിമനോഹരമായി പഴയ കെട്ടിടമാണെങ്കിലും ഉള്ളിൽ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. നല്ല മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ഗാലറിയാണ് എന്നുള്ളൊരു ബോർഡ് കാണും, ഇങ്ങനെ ഒരു നീല ബോർഡ്. അതിനകത്ത് എന്തായാലും നിങ്ങളൊന്ന് കയറി കാണണം.